ലേറ്റസ്റ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് വന്നിരിക്കുന്നത് HPCL നിന്നാണ്. അതായത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയിൽ നിന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഈ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയത് 26 മാർച്ച് 2025 അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30 ഏപ്രിൽ 2025. അപ്പോൾ അതിന് മുന്നേ അപ്ലൈ ചെയ്യേണ്ടത്, അതായത് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഏതൊക്കെ പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എ പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. ഹൈ സാലറി ഉള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതായത് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 30,000 തൊട്ട് അതായത് 1,20,000 വരെ സാലറി കിട്ടാവുന്ന ജോബാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇതിന് മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 ഇയർ ഇൻ ഡിപ്ലോമ ആയിരിക്കണം, ഇൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഫസ്റ്റ് ഏതൊക്കെ പോസ്റ്റാണ് വിളിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ എന്ന് പറയുന്ന പോസ്റ്റാണ് ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത്. സാലറി 30,000 മുതൽ 1,20,000 വരെയാണ് സാലറി പറയുന്നത്. അതേപോലെ തന്നെ വേക്കൻസി എന്ന് പറയുന്നത് 11 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25. അതേപോലെ തന്നെ 3 വർഷം ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ വേണം, ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലായിരിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനൊന്നും ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. ഫ്രഷേഴ്സിനാണെങ്കിലും ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കയ്യിൽ ഒരു 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വിളിച്ചിരിക്കുന്നത്. അതും സെയിം സാലറി തന്നെയാണ്, 30,000 മുതൽ 1,20,000 വരെ. അതേപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് 17 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 25. അതേപോലെ ഇതും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലായിരിക്കണം ഡിപ്ലോമ ഉള്ളത്. അതേപോലെ തന്നെ ഇതിനും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. മൂന്നാമത്തത് വിളിച്ചിരിക്കുന്നത് പറയുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതും സെയിം സാലറി തന്നെ. വേക്കൻസി എന്ന് പറയുന്നത് 6 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റും സെയിം ആണ്, 25 വയസ്സ് വരെയാണ്. ഏജ് ലിമിറ്റ് 25 വയസ്സാണെങ്കിൽ പോലും SC ST OBC PWD കാൻഡിഡേറ്റ്സിനൊക്കെ അല്ലാതുള്ള ഏജ് റിലാക്സേഷനും ഉള്ളതാണ് ഇതിന്. അതേപോലെ തന്നെ ഇതിനും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ 3 ഇയർ ഡിപ്ലോമ വേണമെന്ന് പറയപ്പെടുന്നു. അതേപോലെ തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിനും സെയിം സാലറി തന്നെയാണ്. വേക്കൻസി എന്ന് പറയുന്നത് 1 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതും കെമിക്കൽ എഞ്ചിനീയറിംഗ് 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വിളിച്ചിരിക്കുന്നത് 30,000 സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 1,20,000 വരെ. ഈ 30,000 സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പോലും 35 അടുപ്പിച്ച് നമുക്ക് സാലറി ബേസിക്സ് പേ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിന് വേക്കൻസി എന്ന് പറയുന്നത് 28 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 25 ഈ ഏജ് ലിമിറ്റ്. അതേപോലെ തന്നെ നമ്മുടെ സയൻസ് ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ എന്തായിരിക്കണം, ഒരു ഡിപ്ലോമ വേണം ഫയർ ആൻഡ് സേഫ്റ്റിയിൽ. ഇത്രയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന 5 പോസ്റ്റുകൾ വിളിച്ചിരിക്കുന്നത്. ഇപ്പം ഇതിനെക്കുറിച്ച് ആദ്യം വിളിച്ചിരിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം. ഇനി ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം. കെമിക്കൽ ആണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി എന്ന ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം. ഫയർ ആൻഡ് സേഫ്റ്റി ആണെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഏത് ഫീൽഡാണ് നിങ്ങളിപ്പം ഏത് എഞ്ചിനീയറിംഗ് ഫീൽഡാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ജനറൽ OBC EWC കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ 60% മാർക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ഡിപ്ലോമയിൽ 60% മാർക്ക് നിങ്ങളുടെ കയ്യിൽ പെർസ്യൂ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ SC ST PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 50% മാർക്ക് വേണം എന്നാണ് ഇവർ പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുവാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഒരു CBT എക്സാം ഉണ്ടായിരിക്കും. ആ CBT എക്സാമിൽ പാസ്സാവുന്നവരെ ഗ്രൂപ്പ് ഡിസ്കഷന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പ് ഡിസ്കഷനും അതോടൊപ്പം തന്നെ സ്കിൽ ടെസ്റ്റ്, പിന്നെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ടെസ്റ്റും ഉണ്ട്. ഇതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പം ഇതിൻ്റെ എക്സാം എങ്ങനെയാണെന്ന് നോക്കുവാണെങ്കിൽ ആദ്യം CBT എക്സാമാണ് നടക്കുന്നത്. CBT എക്സാമിൽ 2 പേപ്പറാണുള്ളത്. ഒന്ന് ജനറൽ ആപ്റ്റിറ്റ്യൂഡും 2 ടെക്നിക്കലായിട്ടുള്ള പേപ്പറുമാണ് വരുന്നത്. ഇപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള
CBT എക്സാംസിൻ്റെ കൂട്ടാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്. ഇനി ടെക്നിക്കൽ ആണെങ്കിൽ നിങ്ങൾ ഏതാണോ ഫീൽഡ് എടുത്തത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മെക്കാനിക്കലാണ് എടുത്തതെങ്കിൽ നിങ്ങൾ മെക്കാനിക്കൽ ഫീൽഡിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എക്സാമിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ക്വാളിഫയിങ് നേച്ചർ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങളുടെ റാങ്കിനെ ഒന്നും നിർണ്ണയിക്കുന്നതല്ല. റാങ്കിനെ നിർണ്ണയിക്കുന്നത് CBT എക്സാം ആണ് നിങ്ങളുടെ റാങ്കിനെ നിർണ്ണയിക്കുന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ അലവൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 5 വർഷമാണ് SC/ST ഉള്ളത്. അതുപോലെ തന്നെ 3 വർഷമാണ് OBC ഉള്ളത്. അതുപോലെ തന്നെ PWDക്ക് 10 വർഷമാണ് ഉള്ളത്. PWD ജനറൽ വിഭാഗത്തിന് 10 വർഷം. അതുപോലെ PWD OBC ഉള്ള ആളുകൾക്ക് 13 വർഷം, PWD SC ഉള്ള വിഭാഗക്കാർക്ക് 15 വർഷമാണെന്നാണ്. ഏപ്രിൽ 30, 2025 മുൻപ് നിങ്ങൾ 18 വയസ്സ് തികഞ്ഞവരായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷന് മുന്നേ നിങ്ങൾ 18 വയസ്സ് തികഞ്ഞവരാണ് നിങ്ങൾക്ക് ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. ST OBC കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇനി അപ്ലൈ ചെയ്യുന്നവർ അപ്ലൈ ചെയ്യേണ്ട സൈറ്റാണിത്. www.hindustan.petroleum.com എന്ന് പറയുന്ന സൈറ്റ് എടുക്കുക. അതിൽ കരിയർ എന്ന് പറയുന്ന പേജ് എടുത്ത് കറണ്ട് ഓപ്പണിങ്സിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് SC/ST PWD കാൻഡിഡേറ്റിന് ഫീസ് ഇല്ല. അതോടൊപ്പം തന്നെ ജനറൽ OBC കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് 1000 രൂപയും പ്ലസ് GST ആയിട്ടുള്ള ഫീ എമൗണ്ട് 180 കൂടെ കൂട്ടിയായിരിക്കും നിങ്ങൾ പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയപ്പെടുന്നത്. HPCLൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഞാൻ പറഞ്ഞത്. സോ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടവരെല്ലാം അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് നോക്കി നിൽക്കാതെ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. താങ്ക് യു.